എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു റിവർ സൈഡാണിത്. ഒരു പുഴയുടെ തീരം. അപ്പുറത്തായിരുന്നു ഞങ്ങളൊക്കെ പണ്ട് ഫുട്ബോളൊക്കെ കളിച്ച് വളർന്നു വന്നത്. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ മിക്കവരും കൂടെ പഠിച്ചവരെല്ലാവരും കാനഡയിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനിവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട്, വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തിരിച്ചു വരും ഒറ്റയ്ക്കാണെങ്കിലും. ഇവിടെ നിറച്ച് ബേർഡ്സാണ്, പ്രിനിയാസും വാട്ടർ ബേർഡ്സും കിങ് ഫിഷറും എല്ലാം ഉണ്ട്. എനിക്ക് പക്ഷികളെ ഒബ്സർവ് ചെയ്യുക, അവരുടെ ഫോട്ടോസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹോബിയാണ്. സോ ഇവിടെ തിരിച്ചു വരുമ്പോൾ എപ്പോഴും ഒരു മെഡിറ്റേഷൻ പോലെയാണ്. അതായത് കണ്ണടച്ച് നമ്മളങ്ങനെ ഇരിക്കുകയൊന്നും വേണ്ട. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്, പ്രത്യേകിച്ച് രാവിലെ. കാരണം അടുത്ത് റോഡുകളൊന്നുമില്ല, അതുകൊണ്ട് വണ്ടികളൊന്നുമില്ല, പിന്നെ ആർക്കും കൂടി വരേണ്ടി വന്നില്ല, ആരും വരില്ല. മിക്കപ്പോഴും ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ ഞാൻ വരുമ്പോൾ. അല്ലാത്ത സമയത്ത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എൻ്റെ സൈക്കിളിൽ ഫോണിങ്ങനെ ബാലൻസ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും വീഴാന്നുള്ള രീതിയിൽ വച്ചിട്ട് സംസാരിക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ ഫോണിൻ്റെ പുറത്തു നിന്നല്ല ഞാൻ സംസാരിക്കണേ, ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പോലും അത് ഫോണിൽ കൂടി ആയിരിക്കും. വല്ലാത്ത നോയ്സി അല്ലേ അതിൻ്റെ അകത്ത്. അതായത് നോട്ടിഫിക്കേഷൻസും അലേർട്ട്സും മെസ്സേജസും കമൻസും ഒപ്പീനിയൻസ് എല്ലായിടത്തും സത്യം പറഞ്ഞാൽ ഒപ്പീനിയൻസാണ് അല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ എടുത്താൽ പോലും. സോ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കായിരുന്നു, ഈ അറ്റൻഷൻ സീക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ ട്രെൻഡ്സിൻ്റെ പുറകെ പോകാത്ത, ഫുൾ ടൈം ഷോർട്സും റീൽസും ഒന്നിരുന്നും കാണാത്ത ഡ്രീമേഴ്സ്, എക്സ്പ്ലോറേഴ്സ്, ഇപ്പോൾ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനും, അതായത് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ശരിക്കും അത് ലിസൺ ചെയ്യുന്നവരില്ലേ, അങ്ങനെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ പലപ്പോഴും പലതും കേൾക്കുന്നത് പോലെ ആക്ട് ചെയ്യുമോ, ഫോണിൽ നോക്കിയിരിക്കുമോ ഒക്കെ പറഞ്ഞിട്ട് വിടുകയല്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമായിരുന്നു, അങ്ങനെയുള്ളവരൊക്കെ എവിടെ? വേർ ആർ ദ പീപ്പിൾ ഹു ആക്ച്വലി ലിസൺ? നിങ്ങളൊക്കെ എവിടെ? സോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഐ വോണ്ട് ടു ബിൽഡ് എ ക്വയറ്റ് കോർണർ. അത് ഇൻ്റർനെറ്റിലാണെങ്കിലും പുറത്താണെങ്കിലും. അതെങ്ങനെയൊന്നും എനിക്കറിയില്ല. എപ്പോൾ ഇവിടെ വന്നിരുന്നാലും ഈ പക്ഷികളെല്ലാം കാണുമ്പോഴും, അത് ചിലപ്പോൾ കാക്ക പോലും ഇരിക്കും അവിടെ, മറ്റേ നീർക്കാക്ക, കോർമറൻസ് ഒക്കെ ഇരിപ്പുണ്ട്, അവരൊക്കെ ആയിരിക്കും. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും, ഇവരെല്ലാം ഒരുമാതിരി മെഡിറ്റേഷൻ മോഡിൽ ഏതുനേരം ഇരിക്കണേ. ഇവർ മിക്കവരും ഈ ഏരിയയിൽ തന്നെ ജീവിക്കുന്നവരാണ്. സോ അവരുടെ ഒരു ക്ലാരിറ്റി അതൊന്നും നമുക്ക് ഉണ്ടാവില്ലായിരിക്കും. ബട്ട് അതിന് നമുക്ക് ട്രൈ ചെയ്യാൻ പോലുള്ള ഓപ്ഷൻ ഇല്ല. കാരണം നമ്മളത്ര ബിസിയാണ് അല്ലേ. ഫുൾ ടൈം എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ്. അതും നമ്മുടെ ആപ്പുകളൊക്കെ എടുത്താൽ അറിയാമല്ലേ. ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഊബർ, ഓലയാണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയും എപ്പോൾ നിങ്ങൾക്ക് അവിടെ പൊക്കൂടെ, വണ്ടി ബുക്ക് ചെയ്തൂടെ, ഇത് മേടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ്. സോ നമുക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റിക്ക് അവിടെ ഒരു ഓപ്ഷൻ പോലും ഇല്ല. ഡസ് ഇറ്റ് സൗണ്ട് ലൈക്ക് യു? അതാണ് ഞാൻ ആക്ച്വലി ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടോ അറ്റ്ലീസ്റ്റ് മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും? എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയ ഡിലീറ്റ് ചെയ്ത് കളയാന്നുള്ളതല്ല. സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് നല്ലതാണല്ലേ. എനിക്ക് തോന്നുന്നു അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ബട്ട് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും സ്ട്രേഞ്ചേഴ്സിനെ അവരുടെ അറ്റൻഷൻ സീക്കാൻ വേണ്ടി മാത്രമല്ലേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഹാഷ്ടാഗ്സും അതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ വേർ ആർ ദ പീപ്പിൾ ഹു like the quiet side of everything.